ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇൻഫർമേഷനുകളുടെ കൂമ്പാരമായിട്ടുള്ള വീഡിയോ. അതായത് എനിക്ക് സ്ഥിരമായിട്ട് ഈ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ആൾക്കാർ മെസ്സേജ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ മെസ്സേജ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണ ഒന്നും ഇല്ലാണ്ടാണ് നിങ്ങൾ ഈ മെസ്സേജ് അയക്കണത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ആ ധാരണ ഒന്നും ഉണ്ടാക്കിയെടുക്കലാണ്. ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഇഷ്ടം പോലെ ആൾക്കാർ മെസ്സേജ് ഉണ്ട്. ഈ എല്ലാ മെസ്സേജുകളും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന മെസ്സേജുകളാണ്. അപ്പൊ ഞാനതെല്ലാം കൂടി എടുത്തിട്ട് ഒരു 6 ക്വസ്റ്റ്യൻ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ 6 ക്വസ്റ്റ്യൻസിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആരാണ് ഞാനിവിടെ എന്ത് ചെയ്യും? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ജർമ്മൻ ലാംഗ്വേജ് ഇല്ലാതെ ജർമ്മനിലേക്ക് വരാൻ പറ്റും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഓപ്പർച്യൂണിറ്റി കാർഡിൽ വന്നാൽ വേക്കൻസി ഉണ്ടാവും. നാലാമത്തെ ക്വസ്റ്റ്യൻ, ജർമ്മനിയിൽ എങ്ങനെ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഈ ജോലിക്ക് സ്കോപ്പ് ഉണ്ടാ, ആ ജോലിക്ക് സ്കോപ്പ് ഉണ്ടാ, ഇങ്ങനെയുള്ള ജോലിക്ക് ഇവിടെ എത്രയാണ് സാലറി, ഇന്ന ജോലി അന്വേഷിക്കാൻ വന്നാൽ നിങ്ങൾക്ക് ഇവിടെ ജോലി കിട്ടുമോ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഏത് ഹൗസ് ബിൽഡിംഗ് ചെയ്താൽ ഫ്യൂച്ചറിൽ സ്കോപ്പ് ഉണ്ടാവുന്നുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ, ആരാണ് ഞാനിവിടെ എന്ത് ചെയ്യുന്നുള്ളതാണ്. എന്റെ പേര് നിഖിൽ എന്നാണ്. എല്ലാവരും എന്നെ തമ്പിന്ന് വിളിക്കും. നിങ്ങൾക്കും എന്നെ തമ്പിന്ന് വിളിക്കാം. ഞാനിവിടെ ഒരു 4.5 വർഷമായിട്ട് ബെർലിനിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ബെർലിനിൽ തന്നെയാണ് താമസിക്കുന്നത്. ഞാനൊരു സ്റ്റുഡന്റ് ആയിട്ട് വന്നതല്ല, ഞാനൊരു ജോബ് സീക്കർ വിസ എന്നുള്ള വിസയിലാണ് വന്നത്. ജർമ്മനിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് നാട്ടിൽ ഒരു 3 വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 6 മാസത്തെ ജോബ് സീക്കർ വിസയിൽ 2020 ജർമ്മനിലേക്ക് വന്നിട്ട് 2021 ജാനുവരി എനിക്ക് ജോലി കിട്ടി. അന്ന് തുടങ്ങി ഞാനിവിടെ വർക്ക് ചെയ്ത് തന്നെ. ഇതാണ് എന്റെ സ്റ്റോറി. ഇനി നമുക്ക് കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് വരാം. നമുക്ക് ഓപ്പർച്യൂണിറ്റി കാർഡ് തന്നെ തുടങ്ങാം. കാരണം ഞാൻ ജോബ് സീക്കർ വിസയിലാണ് വന്നത്, ഞാൻ പറഞ്ഞില്ല. ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് എന്താണെന്ന് വെച്ചാൽ ഈ ജോബ് സീക്കർ വിസയുടെ തന്നെ ഒരു എക്സ്റ്റൻഡഡ് വിസയാണ്. അതായത് ഈ ജോബ് സീക്കർ വിസയ്ക്ക് നമുക്ക് ആകെ 6 മാസത്തെ കാലയളവേ ഉണ്ടായുള്ളൂ. അത് മാത്രമല്ല നമുക്ക് പാർട്ട് ടൈം വർക്കിനാ വേറുള്ള വർക്കിനാ പോകാൻ പറ്റൂലായിരുന്നു. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ജോലി അന്വേഷിക്കുക, ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ വിസയിലേക്ക് കൺവേർട്ട് ചെയ്യാം. പക്ഷേ ഈ ചാൻസ് കാർഡിന്റെ കാര്യത്തിൽ, അതായത് ഈ ഓപ്പർച്യൂണിറ്റി കാർഡിന്റെ കാര്യത്തിൽ ഇപ്പൊ സംഭവിച്ചാൽ എന്താണെന്ന് വെച്ചാൽ അവരത് 1 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ജോലിയും കൂടി ചെയ്യാൻ പറ്റും. അതായത് പാർട്ട് ടൈം ജോലി ചെയ്യാം. 20 മണിക്കൂർ ആഴ്ചയിൽ വർക്ക് ചെയ്യാന്നുള്ളതാക്കിയിട്ടുണ്ട്. പിന്നെ ഈ വിസയിൽ ആർക്കൊക്കെ ഇങ്ങോട്ട് വരാനുള്ളത്, നിങ്ങൾ സ്കിൽഡ് വർക്കർ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഈ വിസയിൽ ഇങ്ങോട്ട് വന്നിട്ട് കാര്യമുള്ളൂ എന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം ഇവിടെ ജോബ് ഷോർട്ടേജ് ഉള്ളത് ഈ സ്കിൽഡ് വർക്കേഴ്സ് കാറ്റഗറിയിലാണ്. അതായത് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ്, സിവിൽ എഞ്ചിനീയേഴ്സ്, IT, പിന്നെ ഡോക്ടർമാര്, പിന്നെ ഈ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട ജോലികൾ, അങ്ങനെയുള്ള ജോലികൾക്കൊക്കെയാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ വിസയിൽ ഇങ്ങോട്ട് വരാൻ പറ്റുന്നത്. പിന്നെ ആർക്കൊക്കെ ഈ വിസയിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഉപകാരം ഉണ്ടെന്നുള്ളത്, അതായത് നിങ്ങൾക്ക് ഒരു ജോലി കിട്ടണമല്ല, അതിനുവേണ്ടിയാണ് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ സ്കിൽഡ് വർക്കേഴ്സ് കാറ്റഗറിയിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മാത്രം ഈ വിസക്ക് ഇങ്ങോട്ട് വന്നാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ജർമ്മൻ ലാംഗ്വേജ് ഇല്ലാതെ ഇങ്ങോട്ട് വരാൻ പറ്റും എന്നുള്ളത് ഒരു കോമൺ ക്വസ്റ്റൻ ആണ്. നിങ്ങൾക്ക് IT ഒഴിച്ച് വേറെ ഏത് ജോലിക്കാണെന്നുണ്ടെങ്കിലും ജർമ്മൻ ലാംഗ്വേജ് ഇല്ലാതെ ഇങ്ങോട്ട് വന്നിട്ട് ഒരു കാര്യവുമില്ല. ഈ IT-യിലും വളരെയധികം പ്രശ്നങ്ങളുണ്ട്. ഇങ്ങോട്ട് പറഞ്ഞ സമയത്ത് നിങ്ങൾ ജോലി ചെയ്യാൻ പോകുന്നത് ജർമ്മനിയിലായതുകൊണ്ടും ഇവിടെ ഉള്ള ആൾക്കാരായിട്ടാണ് നിങ്ങൾ സംസാരിക്കേണ്ടതും മിങ്കിൾ ചെയ്യേണ്ടതും. അപ്പൊ പിന്നെ നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് ഇല്ലാതെ ഇങ്ങോട്ട് വന്നിട്ട് വല്ല കാര്യം ഉണ്ടാവും. പിന്നെ IT ഒരു എക്സെപ്ഷണൽ കേസായിട്ട് പറയുന്നത് ഇവിടെ ഒരു 30% ജോലിയും ഇംഗ്ലീഷ് സ്പീക്കിംഗ് കമ്പനീസ് ഉണ്ട്. അതിന്റെ പേരിലാണ് IT-ക്ക് മാൻഡേറ്ററി അല്ലാന്ന് പറയേണ്ടത്. എങ്കിൽ പോലും ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഇവിടെ ഒരു 100 വേക്കൻസി ഇടുന്ന വെച്ചോ. ഈ 100 വേക്കൻസിയിൽ ചിലപ്പോൾ ഒരു 30 വേക്കൻസിയെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ജോബ് ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാ ജോലിയും ജർമ്മൻ ലാംഗ്വേജ് സ്പീക്കിംഗ് ജോബ്സ് ആയിരിക്കും. 1, 2, 3 പേർക്ക് ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ജോബ് കിട്ടിയെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് അത് കിട്ടണമെന്നില്ല. അത് ഡിപ്പെൻസ് ഓൺ ലെക്ക്. ആ ഒരു കമ്പനിയിൽ ആ ജോലിക്ക് അന്നേരത്തുള്ള ഒരു അർജൻസി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോ ജർമ്മൻ ലാംഗ്വേജ് ഇല്ലാതെ നിങ്ങൾ ജർമ്മനിലേക്ക് വരരുത് പ്ലീസ്. ഇതെന്റെ ഒരു ഹോണസ്റ്റ് ഒപ്പീനിയൻ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ജർമ്മൻ ലാംഗ്വേജിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ കോമൺലി അടുത്ത് വരുന്ന 2 ക്വസ്റ്റൻ ആണ്, ജർമ്മനിയിൽ എങ്ങനെ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാം, ഈ ജോലിക്ക് സ്കോപ്പ് ഉണ്ടോ, ആ ജോലിക്ക് സ്കോപ്പ് ഉണ്ടോ, ഇന്ന ജോലിക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് ജോലി കിട്ടുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതെല്ലാം കൂടെ ഒറ്റ സെക്ഷനായിട്ട് ഞാൻ ഈ വീഡിയോന്റെ എൻഡിൽ കവർ ചെയ്ത് തരാം. പിന്നെ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് ഹൗസ് ബിൽഡിംഗ് ചെയ്താൽ ഫ്യൂച്ചറിൽ സ്കോപ്പ് ഉണ്ടാവും എന്നുള്ളത്. നോർമലി നമ്മുടെ നാട്ടിൽ നിന്ന് പിള്ളേര് ഇവിടെ ഹൗസ് ബിൽഡിംഗ് ചെയ്യാൻ പറ്റുന്നത് നേഴ്സിംഗ് ഫീൽഡിലാണ്. ഈ ഹൗസ് ബിൽഡിംഗ് എന്നുള്ളത് ഇവിടെ ജർമ്മനിയിലെ ഒരു സ്റ്റഡി സിസ്റ്റമാണ്. ഇവിടെ ജർമ്മൻസും ഈ പറഞ്ഞ ഹൗസ് ബിൽഡിംഗ് ചെയ്തിട്ടാണ് പല പല ജോലികൾക്കും കയറുന്നത്. അപ്പോൾ ഇവിടെ ഏത് ഹൗസ് ബിൽഡിങ്ങിനും അതിൻ്റെതായിട്ടുള്ള സ്കോപ്പ് ഉണ്ട്. അതിൽ തന്നെ ഇവർ ചൂസ് ചെയ്യുന്നത് ഇവരുടെ മേഖല ഏതാണ്, ഇവർക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്നുള്ള രീതിയിലാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി നഴ്സിംഗിന് ആയതുകൊണ്ട് പിള്ളേര് നഴ്സിംഗിന് വരുന്നു. ആ ഹൗസ് ബിൽഡിങ്ങിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സാലറിയും ഉള്ളത്. ഞാൻ അറിഞ്ഞു വെച്ചിട്ട് ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്ന 2 മേഖലകളാണ്, ഒന്ന് IT-യും ഒന്ന് നഴ്സിംഗും. അതിനകത്ത് നഴ്സിംഗിനാണ് ഏറ്റവും കൂടുതൽ സാലറി ഉള്ളതാണ് എനിക്കറിയാവുന്നത്. ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. നമുക്കത് അടുത്ത വീഡിയോയിൽ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി നമ്മൾ നോക്കാൻ പോണത് ജർമ്മനിയിൽ എങ്ങനെ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ ഏതൊക്കെ ജോലിക്ക് ജർമ്മനിയിൽ സ്കോപ്പ് ഉണ്ടെന്നുള്ളതാണ്. അതറിയാനുള്ള ഏറ്റവും എളുപ്പ വഴി ലിങ്ക്ഡിൻ കയറി നോക്കാന്നുള്ളതാണ്. ലിങ്ക്ഡിൻ കയറിയിട്ട് നിങ്ങളുടെ ജോബ് ഏതാണെന്നുള്ളത് അത് അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഒരു സിറ്റിയും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സിറ്റിയിലുള്ള കംപ്ലീറ്റ് വേക്കൻസിയും അവിടെ കിട്ടും. ഇപ്പൊ ഞാൻ ചെക്ക് ചെയ്യാൻ പോണത് ബെർലിനിൽ ഓപ്പണിംഗ് ആയിട്ടുള്ള സിവിൽ എഞ്ചിനീയേഴ്സിന്റെ വേക്കൻസീസ് ആണ്. ഇവിടെ ലെഫ്റ്റ് കാണുന്ന ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര ഓപ്പണിംഗ്സ് അവിടെ ഉണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ സെലക്ട് ചെയ്താക്കുന്ന ജോബിന്റെ റെസ്പോൺസിബിലിറ്റീസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ ഇപ്പം കൊടുത്തിട്ടുണ്ടാവും. അതും കൂടി ചെക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് എത്ര വേക്കൻസീസ് ആ സിറ്റിയിൽ ആ ജോബിന് ഉണ്ടെന്നുള്ളതും നിങ്ങളുടെ ജോബിന് ജർമ്മനിയിൽ സ്കോപ്പ് ഉണ്ടാകുന്നുള്ളതും മനസ്സിലാക്കാൻ. ഇതിപ്പോൾ ഞാൻ ഒരു സിറ്റിയുടെയും കാണിച്ചത്, ഇതുപോലെ പല സിറ്റിയുടെയും കയറി നോക്കിക്കഴിഞ്ഞാൽ ഓവറോൾ നിങ്ങൾക്ക് എത്ര ഓപ്പണിംഗ്സ് ജർമ്മനിയിൽ ഉണ്ടെന്നുള്ള അറിയാൻ പറ്റും. അതുപോലെ തന്നെ ജർമ്മൻ ലാംഗ്വേജിന്റെ കാര്യം നിങ്ങൾ നോക്കണം. അതും ഇവർ ഇതുപോലെ തന്നെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അതും വായിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് ഐഡിയ കിട്ടും. അപ്പൊ ഇന്നത്തെ വീഡിയോ
വീഡിയോ ഇത്രയുള്ളൂ. ഇതെല്ലാം കൂടെ ഞാൻ ചുരുക്കി ഒരു ചെറിയ വീഡിയോ ഞാൻ പറഞ്ഞെന്നുള്ളൂ. എല്ലാ കമന്റും മെസ്സേജും കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായതും നിങ്ങൾക്കുള്ള ഡൗട്ടും കൂടെയാണ് ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ നോക്കിയത്. അപ്പൊ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ഈ വീഡിയോ തന്നെ കമന്റ് ചെയ്യുക. എന്നിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ജർമ്മനിലേക്ക് വരാനുള്ളവർക്കും അയച്ചു കൊടുക്കുക. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ. അപ്പൊ അടുത്തൊരു കാണുന്നവരെ ചൂസ്.